സൺഡേ ക്ലാസിക്സ്. സൺഡേ ക്ലാസിക്സ്. ഗായകനും സംഗീത സംവിധായകനുമായ മലയാളികളുടെ പ്രിയപ്പെട്ട MG ശ്രീകുമാർ. മെയ് 25 എന്ന ഈ ദിവസം അദ്ദേഹത്തിന്റെ പിറന്നാളാണ്. അതുകൊണ്ട് തന്നെ സൺഡേ ക്ലാസിക്സിൽ നിങ്ങളുടെ സ്വന്തം റിജാസിനൊപ്പം ഈ പിറന്നാൾ ദിനത്തിൽ പാട്ടോർമ്മകൾ പറയാൻ MG ശ്രീകുമാറാണുള്ളത്. നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. ശ്രീകുമാറേട്ടാ, നമസ്കാരം. നമസ്കാരം. ആദ്യമേ തന്നെ ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ ഞങ്ങൾ അറിയിക്കുകയാണ് റെഡ് FM ടീം. താങ്ക് യു വെരി മച്ച്. ഇത്തവണത്തെ ജന്മദിന വിശേഷങ്ങൾ എന്തൊക്കെയാണ്? സാധാരണഗതി ഡേറ്റ് ഓഫ് ബർത്തിന് നമ്മുടെ നാള് വരാറില്ല. ഞാൻ രേവതി നക്ഷത്രമാണ്. അപ്പൊ ഈ രേവതി നക്ഷത്രവും ഇംഗ്ലീഷും മലയാളവും കൂടെ ഒരുമിച്ച് വരുന്ന ഒരു ദിവസമാണ്. അപ്പൊ ഞാൻ ഇച്ചിരി ടെൻഷനായി. ഇനി നമുക്ക് ചിലപ്പോൾ ഈ ജാതകത്തിലൊക്കെ വിശ്വാസമുള്ളതുകൊണ്ട് ഞാൻ ജോത്സ്യനെയൊക്കെ വിളിച്ച് ചോദിച്ചു. പറഞ്ഞു വളരെ നല്ലതാണ്, കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ അതുകൊണ്ട് എനിക്ക് വലിയ സന്തോഷമുണ്ട്. പിന്നെ അതിനുശേഷം ഞാൻ ഇതുപോലെ ഇത് എങ്ങനെ ആഘോഷിക്കണം. ഞാൻ സാധാരണഗതിയിൽ മിക്കവാറും എപ്പോഴും പല സ്ഥലത്തായിരിക്കും. കഴിഞ്ഞ വർഷം മസ്കറ്റിലായിരുന്നു. അവിടെ ഒരു പ്രോഗ്രാം കഴിഞ്ഞിട്ട് അടുത്ത ദിവസം അവർ അങ്ങനെ ആഘോഷിച്ചു. അപ്പൊ ഇത്തവണ എന്റെ ഭാര്യയ്ക്ക് ഒരേ നിർബന്ധം, ഇത് ഭയങ്കര ആഘോഷമാക്കണം. ഞാൻ പറഞ്ഞു അത് വേണോ എന്ന് ചോദിച്ചു. അപ്പൊ ഞങ്ങളുടെ ഓർക്കസ്ട്രയിലുള്ള ടീംസ് ഉണ്ട്. ഞങ്ങൾ അമേരിക്കയിൽ പോയപ്പോഴത്തേക്ക് ഞാൻ അവർക്കൊരു പ്രോമിസ് കൊടുത്തിരുന്നു. പുറയിൽ ഞാൻ നിർമ്മിച്ച ഒരു ഗാർഡൻ ഉണ്ട്. ഒരു 40-40 സെന്റില് ഞാൻ രൂപകൽപ്പന ചെയ്ത് എന്റെ രീതിക്ക് ഞാൻ ചെയ്തൊരു ഗാർഡൻ ഉണ്ട്. അത് കാണാൻ വളരെ ഭംഗിയാണ്. അപ്പൊ അതിന്റെ ഉദ്ഘാടനം നടത്തണമെന്നും അവിടെ ഒരു ചെറിയ സ്റ്റേജ് ഉണ്ട്, അവിടെ 5-6 പാട്ടൊക്കെ പാടണമെന്നും ഒരു പാർട്ടി നടത്തണമെന്നും ഒക്കെ ഓർക്കസ്ട്ര പറഞ്ഞു. ആ ഗാർഡനിൽ കംപ്ലീറ്റ് ലൈറ്റപ്പ് ചെയ്ത് ഒരു ചെറിയ പ്രോഗ്രാമും ഈവനിങ്ങിൽ ഫുഡും. അതോടൊപ്പം തന്നെ റെഡ് എഫ്എമ്മിന്റെയും സ്റ്റുഡിയോയിൽ വന്ന് ഇപ്പൊ കേക്കൊക്കെ കട്ട് ചെയ്ത് ഞങ്ങളോടൊപ്പം ചേട്ടൻ പിറന്നാൾ ആഘോഷിക്കുകയാണ്. വളരെ വളരെ സന്തോഷം. കാരണം റെഡ് എഫ് എം ഞാൻ കേൾക്കാറുണ്ട്. എന്റെ ഒരുപാട് പാട്ടുകൾ നിങ്ങൾ മിക്കവാറും ഇടാറുണ്ട്. അപ്പൊ ഞാൻ വളരെ ശ്രദ്ധാപൂർവ്വം കേൾക്കുന്ന ഒരു സ്റ്റേഷനാണ് റെഡ് എഫ് എം 93.5. ജന്മദിനത്തിൽ പെട്ടെന്ന് മനസ്സിൽ വരുന്ന ഒരു പാട്ട് ഏതാണെന്ന് വെച്ചാൽ ചേട്ടൻ ഏത് പാട്ടിനെ കുറിച്ച് പറയും? ജന്മനാൾ ഭാവുകങ്ങൾ നേരുന്നു എന്ന് പറഞ്ഞിട്ട് ജോൺസേട്ടന് വളരെ വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് വേണ്ടി ഒരു പാട്ട് ചെയ്തു. ജന്മനാൾ ഭാവുകങ്ങൾ നേരുന്നു. നാനീ തരിരിരാ ദരാരി തരിരാരി ജന്മനാൾ. വരി എനിക്ക് ഓർമ്മയില്ല, ബിച്ചുവേട്ടൻ എഴുതിയത്. ശ്രീകുമാർ ചേട്ടന് വേണ്ടി എഴുതിയ പാട്ടാണല്ലേ? എനിക്ക് വേണ്ടി ചേട്ടൻ പറഞ്ഞു. ഇവിടെ വന്നപ്പോഴത്തേക്ക് ട്രിവാൻഡ്രത്ത് വന്ന് ഞങ്ങളുടെ ഓഡിയോ എഞ്ചിനീയർ ഉണ്ട് ടെന്നിസൺ എന്നൊരു ഓലപ്പേരയിലാണ് ഒരു സ്റ്റുഡിയോ. അന്ന് ആ സ്റ്റുഡിയോ ഉള്ളൂ വർഷങ്ങൾക്ക് മുമ്പ്. ജോൺ ചേട്ടൻ അവിടെ വന്ന് ഉച്ചയ്ക്ക് ആഹാരമൊക്കെ കഴിച്ചിട്ട് ഈ ഒരു പാട്ട് ഞാൻ ട്യൂൺ ചെയ്ത്. അപ്പൊ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജന്മനാളെന്ന് പറയുമ്പോഴത്തേക്ക് പെട്ടെന്ന് ആ ഒരു പാട്ടാണ് എനിക്ക് ഓർമ്മ വരുന്നത്. എന്തായാലും സൺഡേ ക്ലാസിക്സിലൂടെ പാട്ടോർമ്മകൾ പറയുമ്പോൾ ഓർമ്മകളെ കുറിച്ചുള്ള ഒരു പാട്ട് തന്നെ നമുക്ക് കേൾക്കാം. ഷിബു ചക്രവർത്തി എഴുതി ഔസേപ്പച്ചൻ ഈണം നൽകി മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്നു എന്ന സിനിമയിലെ ഓർമ്മകൾ ഓടിക്കളിക്കുവാനെത്തുന്നു മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ. സൺഡേ ക്ലാസിക്സ് കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കും. സൺഡേ ക്ലാസിക്സ്. സൺഡേ ക്ലാസിക്സ്. മലയാളത്തിന്റെ പ്രിയ ഗായകൻ MG ശ്രീകുമാറാണ് പാട്ടോർമ്മകൾ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ ഈ ജന്മദിനത്തിൽ സൺഡേ ക്ലാസിക്സിൽ നിങ്ങളുടെ സ്വന്തം റിജാസിനൊപ്പം ഉള്ളത്. ശ്രീകുമാറേട്ടൻ പിന്നണി ഗാന രംഗത്ത് ഇപ്പോൾ 31 വർഷമായിരിക്കുകയാണല്ലോ. രവീന്ദ്രൻ മാഷിന്റെ സംഗീതത്തിൽ കൂലി എന്ന സിനിമയിൽ പാടി സിനിമാ സംഗീതത്തിന്റെ ഭാഗമായതിനെ കുറിച്ച് ഈ പിറന്നാൾ ദിനത്തിൽ ഓർക്കുമ്പോൾ എന്തൊക്കെയാ മനസ്സിൽ വരുന്നത്? ഒരു വലിയൊരു സ്റ്റോറിയാണ് ഇത് പാടാൻ പോയത്. അതായത് എനിക്കൊരു സ്കൂട്ടറുണ്ട്. അന്ന് പ്രിയദർശിന് സ്കൂട്ടർ ഇല്ല, മറ്റേ ആർക്കും ഇല്ല. അപ്പൊ ഇവരെല്ലാരും വന്നിട്ട് ഓരോ കാര്യത്തിന് വേണ്ടി എന്റെ നിന്നാണ് ഇത് വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്. ഇവൻ മോഹൻലാൽ വരെ അത് ഓടിച്ചിട്ടുണ്ട്. അങ്ങനെ ആ സ്കൂട്ടറൊക്കെ ഉള്ള സമയത്താണ് നമ്മൾ സുരേഷ് കുമാർ, സനൽകുമാർ, അശോക് കുമാർ, കുറെ പേരുണ്ട്. വിട്ടുപോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പൊ അങ്ങനെ ഞങ്ങളുടെ ഒരു കൂട്ടുകെട്ടിൽ ഞങ്ങൾ എന്നും വൈകുന്നേരം എന്റെ ചേട്ടന്റെ മേളിൽ ഒരു കുടിൽ കെട്ടിയിട്ടുണ്ട്. ആ കുടിലിൽ ഇവരെല്ലാരും വരും. ഇവരെല്ലാം വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഭക്ഷണവും, ഉച്ചയ്ക്കാണെങ്കിൽ ഉച്ചയ്ക്ക് ഭക്ഷണവും, പിന്നെ ഉറക്കവും എല്ലാം അവിടെ തന്നെയാണ്. അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താണ് പ്രിയദർശൻ എല്ലാം കൂടെ വന്നപ്പോൾ പറഞ്ഞതുപോലെ ഞങ്ങളൊരു സിനിമ നിർമ്മിക്കാൻ പോവാണ്. ആര്? സുരേഷ്. കൂലി എന്ന് പറഞ്ഞൊരു സിനിമയാണ്. അപ്പൊ അന്ന് എനിക്ക് അങ്ങനെ ഒരു സിനിമയെ പാടണമെന്നോ എനിക്ക് അങ്ങനെ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. പ്രിയം പറഞ്ഞടേ ഇവനൊരു പാട്ട് കൊടുക്കും. ഇവൻ ഗാനമേളയ്ക്കൊക്കെ പോയിട്ട് കുറെ പാട്ടുകളൊക്കെ പാടുന്നു. നമ്മൾ സിനിമയിലും കാരണം അന്ന് ഞാൻ ട്രാക്കൊക്കെ പാടി തുടങ്ങിയ ഒരു സമയം. അപ്പൊ എനിക്ക് ടെൻഷനായി. അപ്പൊ ഇത് ശരിക്കും ആക്ച്വലി ഈ പാട്ട് രവീന്ദ്രൻ മാഷ് തമിഴിൽ ചെയ്താണ്. പൈസ ഇല്ലല്ലോ നമുക്ക്, എല്ലാവർക്കും ചെറിയ പൈസയിലാണല്ലോ പോകുന്നത്. അപ്പൊ ആ ട്രാക്ക് എന്തോ 10,000 രൂപ കൊടുത്തിട്ട് വാങ്ങിച്ചിട്ട് മറ്റവരുടെ നിന്ന് വാങ്ങിച്ചിട്ട് അതിനകത്ത് മലയാളം ലിറിക്സ് ഇന്ദ്രൻ എന്ന് പറഞ്ഞിട്ട് ഒരു സുഹൃത്തുണ്ടായിരുന്നു. പുള്ളി SFIയുടെ ലീഡറായിരുന്നു. അത് പാടിക്കായിരുന്നു. വെള്ളിക്കൊലുസോടെ കളിയാടും അഴകെ നിൻഗാനങ്ങളിൽ ഞാനാണ് ആദിതാളം. അപ്പൊ അത് പാടാൻ വേണ്ടിയിട്ട് എന്നെ പിറ്റേ ദിവസം രവീന്ദ്ര മാഷ റൂമിൽ കൊണ്ടുപോയി ആ പാട്ടൊക്കെ പഠിപ്പിച്ച് അന്ന് രാത്രി ഭയങ്കര പനി. കാരണം വെച്ച് കഴിഞ്ഞാല് എനിക്ക് പേടി. കാരണം എങ്ങനെയാണ് ഇത് പാടുന്നത്, എന്താണ് ചെയ്യേണ്ടത്? സുരേഷ് പറഞ്ഞു നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട, പോവാന്ന് പറഞ്ഞിട്ട് ഈ സ്കൂട്ടറിൽ ചിത്രാഞ്ജലി ചെന്നു. അപ്പൊ അന്ന് ഒറ്റയടിക്ക് പാടണം. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ഇപ്പൊ ഒരു ലൈൻ പോലും എടുക്കാൻ പറ്റില്ല. ഞാൻ ആ പനിയോടുകൂടി ഞാൻ നിന്ന് പാടിയ ആദ്യത്തെ ആ പാട്ടാണ്. പക്ഷെ അതിന്റെ ഏറ്റവും വലിയ രസം അടുത്ത ദിവസം പനിയേ ഇല്ല.
കാരണം ഇത് മാനസികമായിട്ടുണ്ടാകുന്ന ഒരു ടെമ്പറേച്ചറാണ്. സിനിമയിൽ ചേട്ടൻ ആദ്യം പാടിയതും രവീന്ദ്രൻ മാഷിന്റെ പാട്ടാണ്. ആദ്യമായിട്ട് ചേട്ടന് ഒരു ദേശീയ അവാർഡ് കിട്ടുന്നതും അദ്ദേഹത്തിന്റെ പാട്ടാണ്, ഹിസൈൻ അസദുള്ളയിലെ പാട്ട്. അദ്ദേഹത്തെ എങ്ങനെ ഓർക്കുന്നു? എന്റെ സ്വന്തം ജ്യേഷ്ഠനെ പോലെ തന്നെ. ഇവരൊക്കെ ഒരുമിച്ച് പഠിച്ചതാ, ജ്യേഷ്ഠനും ദാസേട്ടനും രവിചേട്ടനും ഒക്കെ. ഞാൻ മിക്കവാറും മദ്രാസിൽ പോകുമ്പോഴും വീട്ടിൽ പോകും. പിന്നെ ഓരോ കമ്പോസിങ്ങിന് കോഴിക്കോട് അവിടെ പോകുമ്പോൾ ഗിരീഷ് പുത്തഞ്ചേരി ഞങ്ങൾ മൂന്നുപേരും ഭയങ്കര സുഹൃത്തുക്കളായിരുന്നു. അദ്ദേഹത്തിന്റെ സംഗീത സംവിധാന ശൈലിയെ കുറിച്ച് പറയുമ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാല്, അമ്മ കിളി കൂടിതിൽ നന്മ കിളി കൂടിതിൽ രാരിരാരോ പാടും. അമ്മക്കിളി കൂടെ എന്നുള്ളതിന്റെ കമ്പോസിങ്ങിന് ഞാൻ ഇവിടെ ചെന്ന് കോഴിക്കോട് ഒരു ദിവസമായി 2 ദിവസമായി. ചേട്ടൻ ഇങ്ങനെ കുറേ കഥകൾ. എടാ മോനെ, നിനക്കറിയാവോ, ഞാൻ അന്ന് അവിടെ ഇരുന്നപ്പോഴത്തേക്ക് എനിക്ക് ആഹാരത്തിന് വില കഴിക്കാൻ ഇതില്ലാതെ വന്നപ്പോ ഞാൻ ഇങ്ങനെ നടന്നടാ റോഡ് വഴി. അങ്ങനെ കുറെ കഥകൾ. ഇപ്പൊ ഈ പ്രൊഡ്യൂസർ കിടന്ന് നെഞ്ചത്ത് ഇങ്ങനെ കൈവയ്ക്കുക. കാരണം ഓരോ ദിവസം ഹോട്ടലിന്റെ ബില്ല്, റൂമിന്റെ ബില്ല്, ആഹാരത്തിന്റെ, ഇങ്ങനെ ഭയങ്കര ഒരു ടെൻഷൻ. അവര് ചോദിച്ചാൽ പാട്ടെന്തായി? പാട്ട് വരും മോനെ, പാട്ട് വരും, പാട്ടൊക്കെ വരും. ഇവര് വരും, ലഹരിയുടെ മേളിലൊക്കെ ഇങ്ങനെ ഇരിക്കും, ഗിരീഷും ഒക്കെ കൂടി ഇരിക്കും. പാട്ട് എന്തുവായെന്ന് വൈകുന്നേരം ഡയറക്ടർ ഒന്ന് ചോദിക്കുമ്പോൾ ഒന്നും ആയിട്ടില്ല. 4 പാട്ടുണ്ട്. 7ാമത്തെ ദിവസം കാലത്തായപ്പോഴത്തേക്ക് ഈ 4 പാട്ടും റെഡി. 6ാമത്തെ 7ാമത്തെ ദിവസം വെളുപ്പാങ്കാലത്ത് ഒരു 5 മണിക്കോ 4 മണിക്കോ എണ്ണിട്ടിരുന്ന് ഗിരീഷിനെ വിളിച്ചു വരുത്തി 4 പാട്ട് എഴുതി ക്ലീൻ, കയ്യിൽ ഉഗ്രം പാട്ടുകൾ. അതങ്ങനെയാണ് ചേച്ചന്റെ പാട്ടുകൾ. ഇതുപോലെയാണ് എന്റെ ഓർമ്മ. മറ്റേ രാമായണക്കാറ്റ് മദ്രാസ് വെച്ചിട്ട് എന്ത് ചെയ്താ പാട്ട് ചെയ്തില്ല. ഇതിങ്ങനെ അവസാനം പ്രിയം പറഞ്ഞ് ഞാൻ ഇങ്ങനെ പറഞ്ഞു വിട്ടിട്ട് വെക്കുമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് കുറെ കഴിഞ്ഞ് ഒരു 3-4 ദിവസം കഴിഞ്ഞ പെട്ടെന്ന് രാമായണക്കാറ്റേ എന്നീലാംബരിക്കാറ്റേ ടക്കെന്ന അദ്ദേഹത്തിന് സംഗീതം വരുന്നു. മാത്രമല്ല വളരെ ഡിഫറന്റ് ആണ്. ശ്രീകുമാരേട്ടന് ആദ്യം ദേശീയ അവാർഡ് നേടിത്തന്ന നാദരൂപിണി എന്നുള്ള രവീന്ദ്രൻ മാഷിന്റെ ആ പാട്ട് നമുക്ക് കേൾക്കാം സൺഡേ ക്ലാസിക്സിലൂടെ. സൺഡേ ക്ലാസിക്സ്. സൺഡേ ക്ലാസിക്സ്. സൂപ്പർ ഹിറ്റ്സ് റെഡ് എഫ്എം സൺഡേ ക്ലാസിക്സിൽ പാട്ടോർമ്മകൾ പറഞ്ഞുകൊണ്ട് മലയാളികളുടെ പ്രിയ ഗായകൻ MG ശ്രീകുമാർ നിങ്ങളുടെ സ്വന്തം റിജാസിനൊപ്പം. ശ്രീകുമാരേട്ടന്റെ ചേട്ടനും സംഗീത സംവിധായകനുമായ MG രാധാകൃഷ്ണൻ സാർ സിനിമയില് ഒരുപാട് പാട്ടുകൾ ശ്രീകുമാരേട്ടൻ അദ്ദേഹത്തിന്റെ ഈണത്തിൽ പാടിയിട്ടുണ്ട്. എങ്ങനെ ഓർക്കുന്നു? MG രാധാകൃഷ്ണൻ എന്നല്ല ഞാൻ പറയുന്നത്, എന്റെ അച്ഛൻ. ആ സ്ഥാനമാണ് ഞാൻ എന്റെ ചേട്ടന് കൊടുത്തിരിക്കുന്നത്. ചേട്ടന്റെ ഒരു സൗഹൃദ ബന്ധം വളരെ വലുതായിരുന്നു. ചേട്ടന് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. പക്ഷെ ഞാൻ ഇന്നും പറയുന്നത്, ചേട്ടന് അർഹിക്കപ്പെട്ട രീതിയിൽ ചേട്ടന് അംഗീകാരങ്ങൾ കിട്ടിയിട്ടില്ല. അത് വളരെ സത്യമാണ്. തീർച്ചയായിട്ടും. കാരണം ചേട്ടന്റെ ചില പാട്ടുകളുണ്ട്, അതായത് ഓർമ്മകൾ ഓർമ്മകൾ ഓലോലം തഴുകുമീ തീരങ്ങളിൽ ഒരിക്കലെങ്കിലും കണ്ട മുഖങ്ങളെ മറക്കാനെഴുതാമോ എന്ന് തന്നെയാണ് കേട്ടോ. അത് വരി അത് തന്നെയാണ്, തെറ്റിപ്പാടിയതല്ല. കവാലൻ സാർ എഴുതിയതാണ് 2 ജന്മം എന്നുള്ള ചിത്രത്തിൽ. അങ്ങനെ എത്രയെത്രയോ പാട്ടുകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. എത്രയെത്രയോ ലളിതഗാനങ്ങൾ ചെയ്തിട്ടുണ്ട്. ഘനശ്യാമ സന്ധ്യാർന്നയം, ഓടക്കുഴലുള്ളി, യമുനയിൽ വീണിളക്കും ശ്യാമാംബരം. ഏറ്റവും കൂടുതൽ ഗാനമേളയ്ക്ക് എനിക്ക് അപ്രീസിയേഷൻ കിട്ടുന്ന ഞാൻ ജനങ്ങളുമായിട്ട് വളരെ അടുത്ത് നിന്ന് ഗാനങ്ങൾ അവർക്ക് ഇംഗിതമായിട്ട് ഇഷ്ടമുള്ള പാട്ടുകൾ പാടുന്നു എന്നുള്ളതാണ്. അത് സ്റ്റേജ് എങ്ങനെ നമ്മൾ ചെയ്യണം എന്നുള്ളതും എങ്ങനെ പാടണം എന്നുള്ളതും പഠിപ്പിച്ചു തന്നെ എന്റെ ചേട്ടനാണ്. അദ്ദേഹത്തോടൊപ്പം ഒരുപാട് വേദികളിൽ ശ്രീകുമാരേട്ടൻ കച്ചേരികൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ആ ഒരു ഓർമ്മകളൊക്കെ പറയുമ്പോൾ 14 വർഷം കച്ചേരിക്ക് പോയി. ഓരോ സ്റ്റേജിൽ ചെല്ലുമ്പോഴത്തേക്ക് ചിലപ്പോൾ ചെന്ന് കയറുന്ന ഉടനെ പറയും ലളിതഗാനം പാടണേ എന്ന് പറയും. അവർക്ക് ശാസ്ത്രീയ സംഗീതം കേൾക്കണ്ട. അപ്പൊ ചേട്ടൻ എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ലളിതഗാനം പാടാം എന്ന് പറഞ്ഞിട്ട് സാധാരണ പാടുന്ന കീർത്തനങ്ങൾ, ഇതൊരു ടെക്നിക്കാണ്. ഇപ്പം രഘുവംശസുധാംബുജി ചന്ദ്രശ്രീ രഘുവംശസുധാംബുജി ചന്ദ്രശ്രീ എന്നുള്ള പാട്ട് ഇതിന്റെ കാലപ്രമാണം അങ്ങ് കൂട്ടും. രഘുവംശസുധാംബുജി ചന്ദ്ര തക്കത്തിപ്പി തക്കച്ചിപ്പി തക്കത്തിപ്പി തക്കത്തി. അപ്പൊ എന്ത് വരുന്ന ഈ മൂർശങ്കൊക്കെ ചാക്കോ ചാക്കി ചാക്കോ ചുങ്കു ചാക്കോ. അപ്പൊ ഈ ഘടവും മൃദംഗവും തങ്കട ഇത് വരുമ്പോഴത്തേക്ക് ഈ സാധാരണക്കാരനെ കേൾക്കുമ്പോഴത്തേക്ക് കൊള്ളാം. അപ്പൊ അവനെ ഒരു 2 മണിക്കൂർ ഇത് കേൾപ്പിച്ചു കൊണ്ടുപോയി ഒരു തനിയാവർത്തനമാക്കിയിട്ട് പിന്നെ ലളിതഗാനങ്ങളും പാടി. അപ്പൊ അതൊരു ദാറ്റ്സ് എ ടെക്നിക്. ഇങ്ങനെ മനോധർമ്മ സ്വരങ്ങളും രാഗങ്ങളും പാടുന്ന ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടേ ഇല്ല. എനിക്കിപ്പോഴും ഓർമ്മയുള്ളത് പത്തനംതിട്ട ഒരു പ്രോഗ്രാമിന് തീരെ വയ്യ. അന്ന് അദ്ദേഹം ഒരു തോടി രാഗം ഒരു 20-25 മിനിറ്റ് പാടി. ഞാൻ തൊഴുതുപോയി. കാരണം അതാണ് ഈ ജന്മനാളുള്ള ജ്ഞാനം, പഠിച്ചിട്ടല്ല. ഇറ്റ് കംസ് ഫ്രം ദ ഹാർട്ട്. അത് ദൈവത്തിന്റെയും നേരിട്ട് വരുന്ന ഒരു ഇതാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇപ്പം നമ്മൾ ഈ കേട്ടോണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് എല്ലാവർക്കും വോക്കൽ കോഡ് എന്ന് പറഞ്ഞാൽ ഒരേപോലെയാണ്. ദാസേട്ടനും MG രാധാകൃഷ്ണനും, ചിത്രയ്ക്കും, S ജാനകിക്കും, സുശീലാമ്മയ്ക്കും, എനിക്കും, എല്ലാവർക്കും, നിങ്ങൾക്കും എല്ലാം ഒന്നുമല്ല. പക്ഷെ ഈ പാടുന്ന ഒരു കഴിവെന്ന് പറഞ്ഞാൽ അതൊരു ദൈവ അനുഗ്രഹമാണ്. തീർച്ചയായിട്ടും. അത് വെച്ചിട്ട് നമ്മൾ ഒരിക്കലും അഹങ്കരിക്കരുത്. കാരണം എപ്പോഴാണ് ഇത് നിന്നു പോകുന്നതെന്ന് ഒന്നും പറയാൻ പറ്റില്ല.
കാരണം വെറും ഒരു 2 ചെറിയ മെംബ്രെയിനാണ്. ഇതിന്റെ ഇടയിൽ കൂടാണ് ഈ രാഗങ്ങളും സ്വരങ്ങളും ബാക്കി എല്ലാം സംസാരിക്കുന്നതും. അതൊരു വലിയ അതിശയമാണ്. ഒരു റീഡില്ല. ഇപ്പൊ ഹാർമോണിയത്തിനാണെങ്കിൽ ഒരു കട്ടയുണ്ട്. ഒരെണ്ണത്തിൽ കുത്തിയ ശബ്ദം കേൾക്കും. ഇതിനൊന്നുമില്ല. 2 ചെറിയ മെംബ്രെയിൻസ്. എന്താണ് സംഗീതം? സംഗീതം എന്ന് പറഞ്ഞാൽ ദൈവമാണ്. അതിനെ നമ്മള് ദൈവമേ എന്ന് വിളിച്ചിട്ട് ഞാൻ എപ്പോഴും കാലത്ത് എണീക്കുമ്പോൾ നോക്കാറുണ്ട്. നോക്കും ഉണ്ടോന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. രാധാകൃഷ്ണൻ സാറിന്റെ പാട്ടുകളിൽ ഒരു പാട്ടായിട്ട് തിരഞ്ഞെടുക്കുക ബുദ്ധിമുട്ടാണ്. എങ്കിലും നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഈ ദിനത്തിൽ ശ്രീകുമാരേട്ടൻ പാടിയ പാട്ടുകളിൽ നിലാവിന്റെ നീലഭസ്മ കുറിയണിഞ്ഞവളി കാതിലോല കമ്മലിട്ടു കുണുങ്ങി നിൽപ്പവളി ഏതപൂർവ തപസ്സിനാൽ ഞാൻ സ്വന്തമാക്കി നിൻ രാഗലോല പരാഗ സുന്ദര ചന്ദ്രമുഖബിംബം. Sunday Classics. Sunday Classics. സൂപ്പർ ഹിറ്റ്സ് റെഡ് FM സൺഡേ ക്ലാസിക്സിലൂടെ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് പ്രിയ ഗായകൻ MG ശ്രീകുമാറിന്റെ പാട്ടോർമ്മകൾ അദ്ദേഹത്തിന്റെ ഈ ജന്മദിനത്തിൽ. ശ്രീകുമാറേട്ട, താങ്കൾക്ക് ആദ്യത്തെ സംസ്ഥാന അവാർഡ് കിട്ടുന്നത് ജോൺസൺ മാഷ് ഈണം നൽകിയ പാട്ടുകളിലൂടെയായിരുന്നു. വടക്ക് നോക്കിയ യന്ത്രം, കിരീടം, ഇതിലെ പാട്ടുകളിലൂടെ. അദ്ദേഹത്തെ നമുക്ക് ഈ ദിനത്തിൽ ഓർക്കേണ്ടതായിട്ടുണ്ട് അല്ലെ? 100%. കാരണം ഇവരൊക്കെ സുഹൃത്തുക്കളായിരുന്നു. എന്റെ ചേട്ടൻ മദ്രാസിൽ റെക്കോർഡ് ചെയ്യാൻ പോകുമ്പോൾ ജോൺസൺ ചേട്ടന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കും. ജോൺ ചേട്ടൻ രാഷന്റെ റെക്കോർഡിങ്ങിന് വരും. റെക്കോർഡിങ്ങിന് വന്നിട്ട് അവിടെ മുഴുവൻ കേട്ടുകൊണ്ടിരിക്കും. വളരെ ക്ലോസ് ആയിരുന്നു. ജോൺ ചേട്ടന്റെ ഒരു മ്യൂസിക്കൽ ലൈൻ എന്ന് പറയുന്നത് ദേവരാജ മാഷിന്റെ ശിക്ഷണത്തിലാണ്. നമ്മളിങ്ങനെ വളരെ സുഹൃത്തുക്കളായിട്ട് സംസാരിച്ചൊക്കെ ഇരിക്കും, ചിരിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ സ്റ്റുഡിയോയ്ക്കകത്ത് കയറി കഴിഞ്ഞാൽ ആള് മാറി. സ്ട്രിക്റ്റ് ആണ്. ഞാൻ സത്യം പറഞ്ഞാല് ജോൺസൺ മാസ്റ്റർ ആദ്യം കണ്ടപ്പോഴും ഞാൻ പാടിയ പാട്ടാണ് മായാമയൂരം. ഇപ്പോഴും ആ പാട്ടിന്റെ ആദ്യത്തെ ഇട്ട് ആ ആലാപനം കേട്ട് കഴിഞ്ഞാൽ അറിയാം. ഞാൻ വിറക്കിയായിരുന്നു നിന്നിട്ട്. പുള്ളി റെഡിയാണോ ചിക്കുണ്ണെല്ലാം കറക്റ്റ് ആയില്ലല്ലേ, എക്സ്ട്രാ സംഗതി ഒന്നും വേണ്ട, ഞാൻ പറഞ്ഞു തന്നാൽ മാത്രം പാടിയാൽ മതി. നമ്മള് സംഗതി ഇടുന്നൊന്നും ഇഷ്ടമല്ല. നേരെ മറിച്ച് SP വെങ്കടേഷനോ രവീന്ദ്ര മാഷൊക്കെ ഒക്കെ നമ്മൾ എന്ത് സംഗതി ഇട്ട് അവർ പറഞ്ഞു തരുന്നതിന്റെ മേളിൽ ഇംപ്രവൈസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമില്ല. അദ്ദേഹത്തിന് അങ്ങനെ പറഞ്ഞു തന്നു തന്നെ പാടണം. നമ്മളൊരു സംഗതി ഇട്ട് കഴിഞ്ഞാൽ റീടേക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങേര് പറഞ്ഞു തന്ന വരി ഒരു 10 പ്രാവശ്യം എഴുതി. അത് കാരണം നമ്മൾ വേണ്ട, ഇത് തന്നെ പാടിയിട്ട് പോകാന്ന് വെച്ചിട്ട് നമ്മൾ അന്ന് ചെയ്യും. അങ്ങനെ അതിനകത്ത് അതൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം. അതായത് ഇങ്ങനെ പോകുന്നത്. വെറും ഒരു സന്തൂർ, ഒരു വൈബ്രോഫോൺ, ഒരു ഫ്ലൂട്ട്, പിന്നെ ഒരു സിത്താർ കണ്ടു, അത്രേ ഉള്ളൂ. ആ AVMRR എന്ന് പറഞ്ഞ പടവണ്ടാരം സ്റ്റുഡിയോയ്ക്കകത്ത് അങ്ങറ്റത്തൊരാൾ, ഇങ്ങറ്റത്തൊരാള്, ഇവിടെ ഒരാള്, ഇവിടെ ഞാനും, ഇരുട്ടും ഇല്ല. വല്ലാണ്ട് പേടിച്ചു പോയി. അതിന് എനിക്കൊരു സ്പെഷ്യൽ താങ്ക്സ് ശ്രീനിവാസനോടും മരിച്ചുപോയ വിന്ധ്യനോടും ഉണ്ട്. കാരണം അവര് ശ്രീനിവാസനും വിന്ധ്യനും കൂടാണ് ആദ്യമായിട്ട് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ജോൺസൺ. പിന്നീട് എക്കാലം ഓർക്കപ്പെടുന്ന കുറേ നല്ല പാട്ടുകൾ അദ്ദേഹത്തിന്റെ സംഗീതത്തിൽ പാടി. കതിരോല പന്തലൊരുക്കി പടകാളി മുറ്റമൊരുക്കി മാളൂര്, അങ്ങനെ എത്ര പാട്ടുകളാണ് പാടിയിരിക്കുന്നത്. ഒരുപാട് പാട്ടുകൾ. എന്തായാലും നമുക്ക് കൈതപ്രം ജോൺസൺ ടീമിന്റെ മായാമയൂരം പീലി നിർത്തിയോ എന്നുള്ള വടക്ക് നോക്കിയ യന്ത്രത്തിലെ ആ പാട്ട് തന്നെ കേൾക്കാം. സൺഡേ ക്ലാസിക്സ് കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ. Sunday Classics. Sunday Classics. ഗായകനും സംഗീത സംവിധായകനുമായ MG ശ്രീകുമാർ സൺഡേ ക്ലാസിക്സിൽ പാട്ടോർമ്മകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അദ്ദേഹത്തിന്റെ ഈ ജന്മദിനത്തിൽ. ശ്രീകുമാരേട്ട, 90കളിൽ താങ്കൾ പാടിയ പാട്ടുകളിൽ SP വെങ്കടേഷ് ഈണം നൽകിയ ഒരുപാട് ഹിറ്റ് പാട്ടുകളുണ്ട്. ചേട്ടന് 2ാമത്തെ സംസ്ഥാന അവാർഡ് കിട്ടുന്നത് SP വെങ്കടേഷ് ഈണം നൽകിയ തുടർക്കഥ, അതുപോലെ തന്നെ കിലുക്കം, ഈ സിനിമകളിലെ പാട്ടുകളിലൂടെയായിരുന്നു അല്ലേ? ആതിരവരവായി പൊന്നാതിരവരവായി നിളയുടെ പുളിനവും ഇന്നാലോലം, അത് കിലുകിൽ പമ്പരം തിരിയും മാനസം അറിയാതമ്പിളി മയങ്ങുവാവൂ ചാഞ്ചക്കം. ഓർമ്മകളിലേക്ക് നമ്മളെ പെട്ടെന്ന് കൊണ്ടുപോകും ഇത്തരം പാട്ടുകൾ. ഞാൻ സത്യം പറഞ്ഞ ഇപ്പോഴും ഇതുപോലത്തെ പാട്ടുകൾ പാടാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ഒരുപാട് മാറ്റങ്ങൾ കണ്ടമാനം വന്നു. ഇങ്ങനത്തെ ഒരു പാട്ടുകളൊക്കെ കിട്ടിയിരുന്ന എന്ത് രസമായിരുന്നു ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. എനിക്ക് പറയാൻ പാടില്ലെങ്കിൽ ഞാൻ ചില പടങ്ങളിലൊക്കെ പാട്ടുകൾ കേൾക്കുമ്പോൾ അയ്യോ ഈ സിറ്റുവേഷനിൽ ഇന്ന പോലത്തെ ഒരു പാട്ട് വന്നിരുന്നെങ്കിൽ നന്നായിരുന്നേനല്ലോ എന്നൊക്കെ മനസ്സിൽ ആലോചിക്കാറുണ്ട്. പക്ഷെ അത് മാറ്റം വേണമല്ലേ? അതെ. SP വെങ്കടേഷ് എന്ന സംഗീത സംവിധായകനെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് തമാശകൾ ഞങ്ങള് ഗിരീഷ് പുത്തഞ്ചേരി ഞാനും കൂടെ അദ്ദേഹത്തിനെ കുറിച്ച് ഇറക്കിയിട്ടുണ്ട്. അദ്ദേഹം വെറും പാവം. അതായത് ഒരു പുസ്തകം തന്നെ SP വെങ്കടേഷ് കഥകൾ എന്ന് പറഞ്ഞിട്ട് ഗിരീഷ് ഇറക്കിയിട്ടുണ്ട്. അതായത് അദ്ദേഹത്തിന് ഒരു പ്രത്യേക ശൈലിയാണ്. അദ്ദേഹം ഗിറ്റാർ എടുത്ത് വെച്ചിട്ട് ട്യൂൺ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ ഒരു വലിയ പുസ്തകം എടുത്തു പോയി, എന്നിട്ട് ഒരു പാട്ടിന്റെ പല്ലവി ട്യൂൺ ചെയ്തിട്ട് അത് അണ്ടർലൈൻ ചെയ്യും, എന്നിട്ട് അടുത്തൊരു പാട്ടിന് വേണ്ടിയിട്ട് ചുമ്മാ അടുത്ത പോട്ടറ 6/8 ഒരു അപ്പൊ കൂട്ടിരിക്കുന്നവര് 6/8 ഇടുമ്പോൾ പുള്ളി ഗിറ്റാർ വായിച്ചിട്ട് ഒരു ട്യൂൺ അത് അടുത്ത അണ്ടർലൈൻ ചെയ്ത്. ഇത് ഞാൻ പറയുന്നത് പ്രിയന്റെ ഒരു പടം
പടം ചെയ്യാൻ വന്നത്. ഒരു വല്ലം പൊന്നും പൂ മിന്നാരത്തിൽ ഇദ്ദേഹം ചെയ്യാൻ വന്നപ്പോഴത്തേക്കും ഞാൻ ഗിരീഷ് എല്ലാവരും ഇതുപോലെ പ്രിയന്റെ തൊട്ട് താഴെയുള്ള ഫ്ളാറ്റിൽ ഞങ്ങൾക്ക് ഒരു ഫ്ളാറ്റ് വാടകയ്ക്ക് എടുത്തു തന്നു. അപ്പൊ ഇദ്ദേഹം കാലത്ത് വന്നു പാട്ടുകൾ ഇതുപോലെ എഴുതി ഒരു 24 പാട്ട് വൈകുന്നേരം ഒരു 6-7 മണിയായപ്പോഴത്തേക്ക് പല്ലവി എല്ലാം കഴിഞ്ഞു. അപ്പൊ എനിക്കൊന്നും അങ്ങനെ വലുതായിട്ടൊന്നും ഇഷ്ടപ്പെട്ടില്ല. പ്രിയം വന്നിട്ട് ഇങ്ങനെ ആ ഹാർമോണിയത്തെ തൊട്ട് ഇങ്ങനെ ഇരുന്ന് എടുത്ത കയ്യിൽ ഒരു സിഗരറ്റും ഉണ്ട്. അപ്പൊ പുള്ളി അത് വേണ്ട. അപ്പൊ പുള്ളി ഓക്കെ സാർ ഇരിക്കു സാർ നിറയെ ഇരിക്കു സാർ അടുത്ത അത് വേണ്ട ഇരിക്കു സാർ നിറയെ ഇരിക്കും. അങ്ങനെ 24 കഴിഞ്ഞപ്പോഴത്തേക്ക് 24 പ്രിയം വേണ്ടെന്ന് പറഞ്ഞു. പുള്ളിക്ക് ഒരു മടിയില്ല, കാരണം വേറെ ആൾക്കാർ കൊണ്ട് കൊടുക്കും ഇത്. അദ്ദേഹത്തിന് അന്ന് 365 ദിവസം റെക്കോർഡിംഗ് അല്ലേ. അപ്പൊ ഇതെടുത്ത് ഇവിടെ ഇല്ലെങ്കിൽ അവിടെ ശരിയായില്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് എവിടെയെങ്കിലും ഇത് പുള്ളി ചെലവാക്കും ഐറ്റം. പക്ഷെ ഇമ്പമുള്ള ഗാനങ്ങളുമാണ്, ജനപ്രിയങ്ങളായിരുന്നു ഗാനങ്ങൾ. അങ്ങനെ രണ്ടാമത്തെ ദിവസം പുള്ളി ഇതുപോലെ വീണ്ടും 24 ഉണ്ടായി. ഇത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, ഞാനൊന്നും മിണ്ടിയില്ല. അപ്പൊ പ്രിയം വന്നിട്ട് കേട്ട് തന്തൻ തന്തനന തന്തൻ തന്തനന തന്താന തന്താനം താനാന എന്ന് പറഞ്ഞപ്പോഴേ പ്രിയം ഇത് മതി. അപ്പൊ ഞാനും ഗിരീഷും അങ്ങോട്ട് നോക്കി. അപ്പൊ അത് രണ്ടപ്പം വേറൊരു പാട്ടുണ്ട്, അതുപോലത്തെ ഒരു പാട്ടാ പുള്ളി ട്യൂൺ ചെയ്ത് വെച്ചു. അപ്പൊ ഞാൻ ഗിരീഷിന്റെ അടുത്ത് ഗിരീഷ് ഒന്ന് പറ, കാരണം വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല, ഇത് നാളെ റെക്കോർഡിംഗ് ആണ്. ഇത് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാല് പിന്നെ 10,000-60,000 രൂപ പോകും. പിന്നെ ഇത് പ്രിയം പിന്നെ കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ അടുത്ത് ചോദിക്കും നീ എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് ചോദിക്കും. ഗിരീഷ് പറഞ്ഞു അണ്ണാ എന്നെ കാട്ടി നിങ്ങളാണ് പ്രിയനുമായിട്ട് ക്ലോസ്, ഞാൻ ഇതുമെല്ലാം പറഞ്ഞ് എന്റെ പടം പോവും. അവസാനം ഞങ്ങൾ നിർബന്ധിതമായിട്ട് പറഞ്ഞില്ല. വൈകുന്നേരം ആയപ്പോഴത്തേക്ക് അതൊന്നുമില്ല, അതൊന്നും കുഴപ്പമില്ല എന്നും. അങ്ങനെ സോങ് റെക്കോർഡ് ചെയ്ത് പിറ്റേ ദിവസം ഇവിടെ തന്നെ ഈ സോങ് ഇട്ടപ്പോഴത്തേക്ക് അപ്പി രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞൊരു ഞങ്ങളുടെ കൂട്ടത്തിൽ തോന്നുന്നു, അയ്യോ അണ്ണാ ഇത് ഡാഡിന്നോ ഏതോ പടത്തിലെ ആ സെയിം പാട്ടല്ലാണ് ഇത്. അപ്പൊ പ്രിയം ചോദിച്ചു പിന്നെ നീ എന്താ പറയാത്ത? ഞാൻ പറഞ്ഞ അപ്പോഴേ ഞാൻ ഗിരീഷ് ഞങ്ങളെല്ലാം കൂടെ പറഞ്ഞല്ലെന്ന്. അപ്പൊ തന്നെ ഇങ്ങനെ വിളി വെങ്കടേഷ്. അപ്പൊ 10:30 മണി രാത്രി. പുള്ളിക്കൊരു മടിയില്ല, പുള്ളി നേരെ പെട്ടിയും കുടുക്കുകയും ബാക്കി ഗിറ്റാറും എല്ലാം ആയിട്ട് നേരെ ഫ്ലാറ്റിൽ വന്നു. നാളെ എനിക്ക് അടുത്ത പാട്ട് വേണം, നിങ്ങൾ ഇത് കോപ്പി ഇത് ഇങ്ങനെ ചെയ്തു തന്ന പ്രശ്നമാണെന്ന്. അപ്പൊ ഉടനെ വെങ്കടേഷ് എന്റെ മുഖത്തോട്ട് ഇങ്ങനെ നോക്കി. ഞാൻ പറഞ്ഞു അയ്യോ ഞാൻ ഒന്നും അല്ല. ഉടനെ അങ്ങേര് നേരെ ഗിരീഷിന്റെ മുഖത്ത് നോക്കി. ഗിരീഷ് പറഞ്ഞു അയ്യോ സാർ ഞാനല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആ സംഭവം വേറെ ഒരു പാട്ടായിട്ട് മാറി ഈ ഒരു വല്ലം പൊന്നുമ്പോ. പക്ഷെ അതിനുശേഷം 6 മാസത്തേക്ക് വെങ്കടേഷ് സാർ എന്നെ വിളിച്ചിട്ടേ ഇല്ല. ഒരു ചെറിയ തെറ്റിദ്ധാരണ. എന്തായാലും SP വെങ്കടേഷിന് നൽകിയ കിലുക്കത്തിലെ പാട്ട് തന്നെ നമുക്ക് കേൾക്കാം. കിലുകിൽ പമ്പരം. സൺഡേ ക്ലാസിക്സ് കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കും. സൺഡേ ക്ലാസിക്സ്. സൺഡേ ക്ലാസിക്സ്. സൺഡേ ക്ലാസിക്സിൽ നിങ്ങളുടെ സ്വന്തം റിജാസിനൊപ്പം പാട്ടോർമ്മകൾ പറഞ്ഞുകൊണ്ട് MG ശ്രീകുമാർ. ശ്രീകുമാറേട്ടന് സിനിമയിൽ ചിലരുമായി സഹോദര തുല്യമുള്ള സ്നേഹമുണ്ട്. അവരിൽ ഒരാളായിരുന്നു ഗിരീഷ് പുത്തഞ്ചേരി അല്ലെ? 100%. എങ്ങനെ ഓർക്കുന്നു അദ്ദേഹത്തെ? അയ്യോ ഓർമ്മകൾ മാത്രമേ ഉള്ളൂ. എനിക്ക് എന്താ പറയാ എവിടെ തൊട്ട് തുടങ്ങണമെന്ന് എനിക്കറിയില്ല. കാരണം വെച്ചാൽ ഞങ്ങൾ വഴക്കുണ്ടാക്കാറുണ്ട്, പക്ഷെ എന്നും ഞാൻ ഫോൺ ചെയ്യും. കുറെ കഥകളും. പുള്ളി ഒരുപാട് പേർക്ക് പാട്ട് എഴുതാൻ പോകില്ല. അപ്പൊ അവിടെ പോയപ്പോഴത്തേക്ക് മദ്രാസിൽ പോയപ്പോൾ ഉണ്ടായിരുന്ന അനുഭവങ്ങളും. രവീന്ദ്രൻ മാഷ പുള്ളി പൊങ്കെന്നാ വിളിക്കുന്നത്. കാരണം രവീന്ദ്രൻ മാഷ എപ്പോഴും പടം ഇല്ലാന്നുണ്ട് പറയും, എടാ ഗിരീഷേ മോനെ എനിക്ക് പൊങ്ക് ശനിയാടാ. ഞങ്ങൾക്ക് മനസ്സിലായി ഈ ശനി ദോഷം എന്ന് കേട്ടിട്ടുണ്ട്, ഈ പൊങ്ക് ശനി എന്താന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ എന്നെ വിളിച്ചു പറയും അണ്ണാ ഞാൻ ഇന്ന് പോയിരുന്നു, നമ്മുടെ പൊങ്കുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ഒരുപാട് കഥകൾ പറയും. പിന്നെ ഒരുപാട് രസകരമായിട്ടുള്ള മൊമെന്റ്സ് ഉണ്ട്. ഗിരീഷ് വെള്ളത്തിൽ ചാടി ചാകുമ്പോ ഒരു കഥയുണ്ട്. അതായത് ഏതാങ്കണക്കത്തിൽ എന്തെല്ലാം ആ പാട്ടുണ്ടല്ലോ, ഒറ്റപ്പാലത്തെ ഷൂട്ടിംഗ് ആണ്. ചേട്ടൻ ആണ് ഈ ശരിക്കും പാട്ട് കമ്പോസ് ചെയ്യുന്നത്. ചേട്ടൻ കുറെ കഴിഞ്ഞപ്പോഴത്തേക്ക് കളഞ്ഞിട്ട് പോയി. കാരണം എന്ത് ചെയ്താലും ഇവര് രാത്രിയിൽ ഈ ഡയറക്ടറും തിരക്കഥാകൃത്തും ബാക്കിയെല്ലാം രാത്രിയിൽ ഓക്കെ. അപ്പൊ രാത്രി ഓക്കെ എന്ന് പറയുമ്പോൾ ഗിരീഷ് ആ പാട്ട് എഴുതും. കാലത്തൊരു 8 മണിയാകുമ്പോഴത്തേക്ക് നമ്മുടെ രഞ്ജിത്ത് ഡയറക്ടർ വിളിക്കും, ഗിരീഷേ മോനെ നമുക്കൊന്നും മാറ്റി പിടിച്ചാലോ? ശരി എന്ന് പറയും. എന്നിട്ട് തിരിച്ച് 8 മണിയാകുമ്പോ എന്നെ വിളിച്ചു പറയും വേറെ പാട്ട് വേണം. അങ്ങനെ ചേട്ടൻ കളഞ്ഞു വെച്ച് പോയി. ഇത് എന്റെ തലയില്ലേ. ചേട്ടൻ ഒരു ഔട്ട്ലൈൻ തന്നു, ഈ എന്താണ് ഈ രാഗത്തില് ഹങ്കണക്കത്തില്ല അതിന്റെ രാഗത്തിൽ നീ അങ്ങ് പിടിച്ചോളാൻ പറഞ്ഞാൽ ഇതൊക്കെ ഒരു ഫ്രെയിം ഇതൊക്കെയാണ്, എന്നെ കൊണ്ട് ഇവരുടെ കൂടെ പറ്റത്തില്ല, എനിക്ക് സിനിമ പറ്റത്തില്ല എന്ന് പറഞ്ഞ് പോയി. അങ്ങനെ ഞാൻ നോക്കുന്നു ഒരു ദിവസം രാത്രിയിൽ അവിടെ രഞ്ജിനി ഗസ്റ്റ് ഹൗസ് എന്ന് പറഞ്ഞ ഗസ്റ്റ് ഹൗസ് ഉണ്ട്. അവിടെ ഒരു വലിയ കുളമുണ്ട്, കരിങ്കല്ലിട്ട് കെട്ടിയ ചുറ്റും കരിങ്കല്ല്. അത് നല്ല മഴയുണ്ട്. ഗിരീഷ് പുത്തഞ്ചേരി ആ കല്ലിന്റെ മേളിൽ കയറിയിരിക്കും. ഒരു 11-12 മണിയായി കാണും. ഞാൻ പോകുമ്പോഴത്തേക്ക് ഇത്തിരി മദ്യവെച്ചിട്ടുണ്ട് നന്നായിട്ട്. ഞാൻ ചോദിച്ചു ഗിരീഷ് എന്താ മിണ്ടരുത്, ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവാം. ഞാൻ പറഞ്ഞു എന്താ? മതിയായി ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോകും. ഉടനെ ഞാൻ ഓടിപ്പോയിട്ട് ഉറങ്ങി കിടന്ന രഞ്ജിത്തിനെ വിളിച്ചു. അപ്പൊ ഷാജി കൈലാസ് അപ്പുറത്ത് എല്ലാവരും കിടപ്പുണ്ട്. ഞാൻ പറഞ്ഞു അണ്ണാ രഞ്ജിത്തെ എണ്ണിക്ക്, എന്റെ ഗിരീഷ് ആത്മഹത്യ ചെയ്യാൻ പോകും, എണ്ണിക്കെന്ന് എന്റെ അടുത്ത് വന്നു. കുട്ടാ പോയി കിടന്നുറങ്ങും. അവൻ ഇതൊക്കെ പറയും. ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ തിരിച്ചു വിടുന്നു, ഒരു കുഴപ്പമില്ല. പക്ഷെ അതുപോലെ തന്നെ ആയിരുന്നു. കാരണം പുള്ളി അവിടെ ഏകദേശം 4 മണി വരെ അങ്ങനെ നിന്നു.
പിന്നെ വന്നു. ഗിരീഷ് പുത്തഞ്ചേരി അന്തരിച്ചു എന്നുള്ള വാർത്ത കേട്ടപ്പോൾ ശ്രീകുമാരേട്ടൻ ആദ്യം പറഞ്ഞത് സൂര്യകിരീടം വീണുടഞ്ഞു എന്നാണ്. അതെ, ഞാൻ അതാണ് അദ്ദേഹത്തിന് ആദ്യം കാണുന്നത്. ഗിരീഷിനെ ആദ്യം കാണുന്നത് എന്റെ വീട്ടില് ഈ ഉടുപ്പിന്റെ ഒരു 4 ബട്ടൺസും ഒക്കെ ഊരിയിട്ട് ഒരാള്, പുള്ളി എപ്പോഴും അങ്ങനെയാണ്, ഈ ഫ്രണ്ട് 3 ബട്ടൺസ് ഇടത്തില്ല ഗിരീഷ്. എന്നിട്ട് വീട്ടിന്റെ നടയിൽ ഒരാൾ ഒരു കറുത്ത പാന്റ്, ഒരു ഡാർക്ക് ബ്രൗൺ ഷർട്ട്, രാഷനെ ഒന്ന് കാണാൻ വന്നു. ഞാൻ പറഞ്ഞു എവിടെ നിന്ന് വരുന്നു? ഞാൻ കോഴിക്കോട് നിന്ന് വരിക. ഞാൻ പറഞ്ഞു എന്താ? ഞാൻ പാട്ടൊക്കെ എഴുതി. ഒന്ന് വാ ഇരിക്കും. അവിടെ എന്റെ അമ്മയൊക്കെ ഇരിക്കുന്ന ഒരു ബെഞ്ചുണ്ട്. വെളിയിൽ എല്ലാവരും വരുമ്പോഴത്തേക്ക് അവിടെ ജയതി ശ്രീകുമാർ, ഞങ്ങൾ എല്ലാവരും വന്നാലും അമ്മയായിട്ട് സംസാരിക്കുന്ന അവിടെ ഇരുന്നു. അപ്പൊ ചേട്ടൻ വന്നു. ശശിയേട്ടൻ പറഞ്ഞു, ശശി പറഞ്ഞു വരുമെന്നു. നമുക്ക് പോവാം. അപ്പൊ അന്ന് ട്രിവാൻഡ്രം ക്ലബിലായിരുന്നു എന്റെ കമ്പോസിങ്. പോവാന്ന് പറഞ്ഞു. അവിടെ ചെന്നു ഇരുന്നു. ചേട്ടൻ എന്നൊരു ചുമ്മാ ഒരു രാഗം ഒന്ന് പാടി, ചേട്ടാ അത് നമുക്കൊന്ന് നോക്കിയാ എന്താ, ആ ഒരു റൂട്ടിൽ വിളിച്ചാൽ. ചേട്ടൻ പറഞ്ഞു നീ ഒരെണ്ണം എഴുത്, എന്നിട്ട് നീ എന്തെങ്കിലും എനിക്കൊരു കച്ചിത്തുരുമ്പതാ. ചേട്ടൻ എപ്പോഴും പറയുന്നതാണ് ഒരു കച്ചിത്തുരുമ്പതാ, ഞാൻ പിടിച്ച് കയറട്ടെ എന്ന് പറയും. അവ ഗിരീഷ് പെട്ടെന്ന് എഴുതി, സൂര്യകിരീടം വീണുടഞ്ഞു രാവിൻ തിരുവരങ്ങി. ചേട്ടൻ അപ്പം തന്നെ സൂര്യകിരീടം വീണുടഞ്ഞു രാവിൻ തിരുവരങ്ങിൽ. അപ്പൊ എഴുതാണ്. ആ എഴുതി കഴിഞ്ഞ് ചേട്ടൻ അപ്പൊ തന്നെ കൈ കൊടുത്തു. ഗിരീഷിന്റെ അടുത്ത് പറഞ്ഞു, ഗിരീഷെ അവനെ നീ വലിയൊരു ലിറിക് റൈറ്റർ ആവും എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു. കാരണം വെച്ച് കഴിഞ്ഞാൽ അതുവരെയുള്ള ഒരു ശൈലിയിൽ നിന്ന് മാറിയിട്ട് ഗംഭീരമായിട്ട് എഴുതിയാണ്. നമുക്കെന്തായാലും ദേവാസുരത്തിലെ സൂര്യകിരീടം എന്നുള്ള ആ പാട്ട് തന്നെ കേൾക്കാം. സൺഡേ ക്ലാസിക്സിലൂടെ കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ. സൺഡേ ക്ലാസിക്സ്. സൺഡേ ക്ലാസിക്സ്. സൺഡേ ക്ലാസിക്സിൽ നിങ്ങളുടെ സ്വന്തം റിജാസിനൊപ്പം പാട്ടോർമ്മകളുമായി MG ശ്രീകുമാർ. ശ്രീകുമാരേട്ടനില് ഒരു സംഗീത സംവിധായകൻ വർഷങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്നു, പക്ഷെ പലർക്കും അറിയില്ലായിരുന്നു. ഞാൻ ഈ തങ്കത്തോണി എന്ന് പറയുന്ന ഒരു ഓണപ്പാട്ട് അക്കാലത്ത് ഇറങ്ങിയായിരുന്നു. അതിൽ സംഗീതം MG രാധാകൃഷ്ണൻ, അതുപോലെ തന്നെ ഒരു എസ് കുമാർ. ഞാൻ ആലോചിച്ചിട്ടുണ്ട് ആരാണ് ഈ എസ് കുമാർ എന്നുള്ളത്. പിൽക്കാലത്താ മനസ്സിലായി ഞാൻ തന്നെയാണ്. എന്തുകൊണ്ടാണ് ശ്രീകുമാരേട്ടൻ അങ്ങനെ ഒരു പേരിൽ സംഗീതം നൽകിയത്? അതെന്താണെന്നറിയോ? കാരണം നമ്മള് സംഗീത സംവിധായകന്റെ മേലെങ്കി അണിഞ്ഞു കഴിഞ്ഞാൽ മറ്റു സംഗീത സംവിധായകർ പാടാൻ വിളിക്കില്ല. അത് പേടിച്ചിട്ടാണ് ഞാൻ ഒരുപാട് പാട്ടുകൾക്ക് ഞാൻ അസിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ പേരൊന്നും പറയുന്നില്ല. ചിത്രം തൊട്ട് ചെയ്ത് ഇവിടം വരെ വന്ന പ്രിയന്റെ പടങ്ങളിൽ ഒരുപാട് പടങ്ങളിൽ അതിന്റെ സംഗീതമുണ്ട്, എന്റെ മ്യൂസിക് അതിനകത്തുണ്ട്. അത് ഞാൻ വേറെ രീതിയിൽ ആരെയും ഇത് ചെയ്യാൻ വേണ്ടി പറയുന്നതല്ല. മൈ കോൺട്രിബ്യൂഷൻ ഈസ് ദയർ. അപ്പൊ അന്ന് തൊട്ട് എനിക്കൊരു കമ്പോസിംഗ് ടെക്നിക്, ഈ കമ്പോസിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഭാവന വേണം, പക്ഷേ ഒരു ഫ്രെയിം, ഒരു ടെക്നിക്, ഇത് എങ്ങനെ ചെയ്താൽ എങ്ങനെ വരും എന്നറിയണം. അപ്പൊ അന്ന് തൊട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. അങ്ങനെ ഞാൻ ചെയ്തു വന്നപ്പോഴാണ് നമ്മുടെ രാവണപ്രഭു വന്നപ്പോ എന്നെ ഡയറക്ടർ രഞ്ജിത്തും ആന്റണി പെരുമ്പാവരും കൂടെ വിളിച്ചിട്ട് പറഞ്ഞു, അണ്ണാ ഈ പടം നിങ്ങൾ സംഗീതം ചെയ്തു. ഞാൻ പറഞ്ഞു അയ്യോ, ഞാൻ ആലോചിച്ചിട്ട് പറയാം, എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, അണ്ണാ ഞാൻ ചെയ്യുന്നില്ല, കാരണം ഇപ്പം എനിക്കൊരുവിധം പാട്ടുകളുണ്ട്, പിന്നെ എന്നെ ആരും വിളിക്കത്തില്ല, വിദ്യാസാറോ SP വെങ്കടേഷോ ജോൺ ചേട്ടനോ ഔസേപ്പച്ചനോ ആരും വിളിക്കില്ല, എനിക്ക് വേണ്ടെന്നു. ശരി, നീ എന്റെ മനസ്സിലുള്ള ഒരു 6 ഷീറ്റ് പോസ്റ്റർ കീറിക്കളഞ്ഞടാ. ഞാൻ ചോദിച്ചാൽ അതെന്താണ്? അല്ല, രാവണപ്രഭു എന്നുള്ള ഒരു 6 ഷീറ്റ് പോസ്റ്ററിൽ മോഹൻലാലിന്റെ തലയും ഇടത്തെ സൈഡിൽ ഹാർമോണിയം വെച്ചുകൊണ്ടിരിക്കുന്ന MG ശ്രീകുമാറും മുൻപിൽ നമ്മുടെ ഗാനഗന്ധർവൻ യേശുദാസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പോസ്റ്ററായിരുന്നു. അത് നീ കീറിക്കളഞ്ഞു. സാരമില്ല. പിന്നെ കുറെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ കുറെ ഇത് വരുമ്പോഴത്തേക്ക് പിന്നെ നമ്മൾ പാട്ടിനോട് പാട്ട് വേണം, പാട്ട് നല്ല പാട്ട് കിട്ടിയാൽ പാടാം, ഇപ്പോഴും പാടാം, എന്നും പാടാം എന്ന് വന്ന പിന്നെ ഞാൻ ഒരു മ്യൂസിക് ഡയറക്ഷന് ഞാൻ എന്റെ പേര് വെച്ച് തന്നെ ഇറങ്ങി കാസറ്റിലും. ശ്രീകുമാരേട്ടൻ സംഗീതം നൽകിയ ഒരു പാട്ട് നമുക്ക് കേൾക്കാം. ഏത് പാട്ടാണ് ഞങ്ങൾക്ക് വേണ്ടി സെലക്ട് ചെയ്യുന്നത്? തീർച്ചയായിട്ടും ഞാൻ ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് മാവിൻ ചോട്ടിലെ മണമുള്ള മധുരമായി മനതാരിൽ വിരിയുന്നെൻ ബാല്യം. ആ പാട്ടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട്. ഞാൻ കോപ്പി അടിച്ചു എന്ന് പറഞ്ഞിട്ട് യൂട്യൂബും അതിനകത്തൊക്കെ ഇട്ടിട്ടുണ്ട്. മറ്റേ മാധവേട്ടൻ എന്നും, അതൊരു അറബി പാട്ടാണ്. അത് ചെയ്യാൻ പറഞ്ഞു. അത് തന്നെ പ്രിയന് അതിന്റെ പല്ലവി നീ എടുത്തോളൂ, അനുപല്ലവി വേണമെങ്കിൽ നീ ചെയ്തു, എനിക്ക് പല്ലവി എനിക്ക് ഇത് തന്നെ മതി എന്ന് തോന്നുന്നു. അതേ കാസറ്റിലുള്ള പാട്ട് തന്നെയാണ് ഹബീബി ഹബീബി ബേണി ഗിനീഷ് ചെയ്ത്. അന്ന് ഇത്രയും യൂട്യൂബ് ഒന്നും സജീവമല്ലായിരുന്നോണ്ട് അവർ രക്ഷപ്പെട്ടു. പ്രിയദർശൻ വ്യക്തമായിട്ട് പ്രിയദർശൻ പറയും, എനിക്ക് ഇന്ന പാട്ട് വേണം എന്ന് പറഞ്ഞാൽ അത് ചെയ്തു കൊടുത്തേ. മേഘത്തില് ഞാനൊരു പാട്ട് പാടാം, അത് ഔസേപ്പച്ചൻ സാർ പറഞ്ഞിട്ടുണ്ട്. അല്ല, നിവൃത്തിയില്ല. കാരണം പ്രിയന് ഒരെണ്ണം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാല് പ്രിയൻ പറയുന്ന അത് കോപ്പിയാണ്, എന്തായിരുന്നോട്ടെ എന്റെ സിറ്റുവേഷൻ ആപ്റ്റാണ്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുകയും ചെയ്യും. ഞാൻ കുറെ നല്ല പാട്ടുകൾ ചെയ്തു. എന്റെ ഫാമിലി എന്ന് പറഞ്ഞിട്ട് KK രാജുവിന്റെ, അതുപോലെ തന്നെ കുറെ പടത്തിൽ മനോഹരമായ പാട്ടുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ സജീവ് സുരേന്ദ്രന്റെ ചെമ്പഴുക്ക നല്ല ചെമ്പഴുക്ക. പക്ഷെ അതൊക്കെ മാറ്റി നിർത്തിയിട്ട് ഈ മാധവേട്ടൻ വന്നപ്പോഴത്തേക്ക് എന്നെ ഇട്ട് കൂട്ടിക്കളഞ്ഞു.
സാരമില്ല, ഞാൻ ഇനി പ്രിയദർശന്റെ തന്നെ പുതിയ പടം സുരേഷ് കുമാർ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഫഹദ് ഫാസിലും സുരേഷിന്റെ മോളും കൂടെ അഭിനയിക്കുന്ന പുതിയ പടം ഉടനെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഏകദേശം 6 പാട്ടോളം ഉണ്ട്. അതിൽ ഞാൻ തിരിച്ചു പിടിക്കും. എന്തായാലും നമുക്ക് ഒരു നാൾ വരും എന്ന സിനിമയില് മുരുകൻ കാട്ടാക്കടയുടെ വരികൾക്ക് ശ്രീകുമാരേട്ടൻ ഇങ്ങനെ നൽകിയ മാവിൻ ചോട്ടിലെ എന്നുള്ള ആ പാട്ട് തന്നെ നമുക്ക് കേൾക്കാം സൺഡേ ക്ലാസിക്സിലൂടെ. Sunday Classics. Sunday Classics. ചലച്ചിത്ര ഗാനരംഗത്ത് MG ശ്രീകുമാറിന്റെ സാന്നിധ്യം ഒരു ഗായകൻ എന്നുള്ള രീതിയിൽ മാത്രമല്ല, ഒരു സംഗീത സംവിധായകൻ എന്ന രീതിയിൽ കൂടിയാണ്. അദ്ദേഹം സൺഡേ ക്ലാസിക്സിലൂടെ പാട്ടോർമ്മകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ സ്വന്തം രജാസിനൊപ്പം. ശ്രീകുമാരേട്ട, പിന്നണി ഗാനരംഗത്ത് 31 വർഷത്തിലെത്തിയപ്പോ സിനിമയിലെ ഗായകൻ, സംഗീത സംവിധായകൻ എന്നുള്ള രീതിയിൽ മാത്രമല്ല, ഒരു അഭിനേതാവ് എന്നുള്ള രീതിയിൽ കൂടി താങ്കൾ തിളങ്ങാൻ പോവുകയാണ്. എന്തോ അതെനിക്ക് അറിഞ്ഞൂടെ കേട്ടോ. എന്തായാലും അഭിനയിച്ചത് വെച്ച് നോക്കുമ്പോ കുഴപ്പമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര കോമഡിയാണ്. ഒരു സ്വാമി വേഷമാണല്ലേ? സ്വാമിയാണെങ്കിലും ഒരു കോമഡി വേഷമാണ്. എല്ലാത്തിനോടും പുച്ഛമുള്ള ഒരു സ്വാമിയാണ്. പെട്ടെന്ന് ഈ പോസ്റ്റർ കണ്ടുകൊണ്ട് ആൾക്കാർ വിചാരിക്കണ്ട, ഇതിപ്പം ഭയങ്കര ഒരു എന്താണ് ഒരു ഷിഡി സായുടെ ഒരു ലുക്കും ബാക്കി ഇതൊക്കെ ആയിട്ട് ഭയങ്കര സീരിയസ് ആണ്. ഇതങ്ങനല്ല. ഇത് ഒരു ലോഡ്ജ് മുറിയിൽ ഒതുങ്ങി കൂടി താമസിക്കുന്ന ഒരു സ്വാമി. അവിടെ അഡ്വക്കേറ്റ്, പഴയ ഡോക്ടേഴ്സ്, വയസ്സ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ പഠിക്കാൻ വരും. പക്ഷെ ഞാൻ പഠിപ്പിക്കത്തില്ല. ഞാൻ വാചകം അടിച്ച് അവരെ ഒരു വഴിയാക്കി വിടും. അങ്ങനെയുള്ള ഒരു സ്വാമി. പക്ഷെ സ്വാമി പറയുന്നതിൽ ഒരുപാട് പോസിറ്റീവ് ഉണ്ട്. എന്തായാലും എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന സിനിമയ്ക്കായിട്ട് ഞങ്ങൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഇനി നമുക്ക് അഥർവം എന്ന സിനിമയിൽ ശ്രീകുമാരേട്ടൻ പാടിയ പാട്ട് കേൾക്കാം. ONVയുടെ വരികൾ, ഇളയരാജയുടെ സംഗീതം. കേൾക്കൂ കേൾക്കൂ, കേട്ടോണ്ടേയിരിക്കൂ. Sunday Classics. Sunday Classics. സിനിമയിൽ ഗായകൻ, സംഗീത സംവിധായകൻ, നിർമ്മാതാവ്, ഇപ്പോ ഇനി അഭിനേതാവായിട്ട് കൂടി വരാൻ പോവുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട MG ശ്രീകുമാർ. അദ്ദേഹം പാട്ട് വർത്തമാനവും പാട്ടോർമ്മകളും ഒക്കെ പറഞ്ഞുകൊണ്ട് സൂപ്പർ ഹിറ്റ്സ് റെഡ് FM സൺഡേ ക്ലാസിക്സിൽ നിങ്ങളുടെ സ്വന്തം രജാസിനൊപ്പം. പിന്നണി ഗാനരംഗത്ത് 30 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ ശ്രീകുമാരേട്ടൻ ഒരു ചാരിറ്റി സൊസൈറ്റിക്ക് രൂപം നൽകിയല്ലേ? അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ അവശ്യ കലാകാരന്മാർക്ക് എല്ലാവർക്കും കഷ്ടപ്പെടുന്നു. ഇപ്പൊ തന്നെ ഇന്നലെ എന്റെ വൈഫ് എന്റെ അടുത്ത് പറഞ്ഞു, നമുക്ക് ഈ 30-ാം തീയതി എന്റെ സ്കൂളിന്റെ വാർഷികമുണ്ട്. വരുന്ന മെയ് 30-ാം തീയതി സരിഗമ സ്കൂളിന്റെ. അപ്പൊ അതിനകത്ത് ഞാൻ ആഗ്രഹിക്കുന്ന എനിക്കൊരു 10,75,000 രൂപ അല്ലെ 1,00,000 രൂപ എങ്കിലും VD രാജപ്പന് എനിക്ക് കൊടുക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് ഇവിടെ വരാൻ പറ്റില്ല. നമ്മൾ അവിടെ കൊണ്ടേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അദ്ദേഹത്തിന്റെ ഹാസ്യം കേട്ട് ചിരിച്ച ഒരുപാട് കോടാനുകൂടി ആൾക്കാരുണ്ട്. അവരൊക്കെ 1 രൂപ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എന്തെങ്കിലും. ഞാൻ ചോദിക്കുന്നത് 1 രൂപ. ഈ കേട്ടോണ്ടിരിക്കുന്ന പ്രേക്ഷകര് 1 രൂപ വെച്ചെങ്കിലും ഒരു കാണിക്കയിലിട്ട് വെച്ചിട്ട് അദ്ദേഹത്തിന് കൊടുത്തത്. കാരണം വേറൊന്നുമല്ല, ഹാസ്യത്തിന് വേറൊരു മുഖം കണ്ട വ്യക്തിയാണ് VD. എന്റെ ആരുമല്ല, ഞാൻ അതുകൊണ്ട് പറയുന്നതല്ല. ഞാൻ അദ്ദേഹമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടില്ല, ഒന്നുമില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ അവസ്ഥ കണ്ടപ്പോൾ വളരെ വിഷമം തോന്നി. ഒരു സമയത്ത് അദ്ദേഹം ഏറ്റവും വലിയ പ്രഗത്ഭനായിട്ടുള്ള ഒരു ഹാസ്യ കഥാപ്രസംഗം. അല്ല, ഇതിനിടയ്ക്ക് ഒരു ചോദ്യം. ശ്രീകുമാരേട്ടൻ പാടി ഹിറ്റാക്കിയ പല പാട്ടുകളും അദ്ദേഹം ഹാസ്യരൂപത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അത് ആസ്വദിക്കുവോ അതോ അതിന് അന്നത്തെ കാലത്ത് നല്ലതല്ലേ? കാരണം വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മളിപ്പോ എന്റെ മിമിക്രിക്കാർ ഒരുപാട് കാണിക്കുന്നില്ല. 10,000 രൂപ എന്നൊക്കെ പറഞ്ഞു. ഞാൻ 10,000 എന്നൊന്നല്ല, ഞാൻ 10,000 എന്ന് തന്നെയാണ് പറയുന്നത്. അങ്ങനെയാണ് എനിക്ക് എത്രയോ വന്നിട്ടുണ്ട് ഞാൻ പാടിയ പാട്ടുകളിലൊക്കെ. അതിനെല്ലാം ഞാൻ യാന്നാക്കുവാൻ ഞാൻ. അതുകൊണ്ട് അതിനെയൊക്കെ ഞാൻ സന്തോഷിക്കുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്കിഷ്ടമാണ് അതൊക്കെ. അതിനകത്തൊന്നുമില്ല. അപ്പൊ ഞാൻ പറഞ്ഞോണ്ട് വന്ന് ഇതുപോലെ ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ചാരിറ്റി ഞാൻ ചെയ്യുന്നുണ്ട്. എന്തായാലും എല്ലാവിധ സപ്പോർട്ടുകളും ഞങ്ങളും അറിയിക്കുന്നു. ശ്രീകുമാരേട്ടന്റെ സുഹൃത്തുക്കളും ഈ പറഞ്ഞ പോലെ ആരാധകരും ഒക്കെ ഇതിന്റെ പിന്നിലുണ്ടെന്ന് അറിയാം. ശ്രീകുമാരേട്ടന്റെ ഈ ജന്മദിനത്തിൽ ഇങ്ങനൊരു പാട്ട് വർത്തമാനം, ചില ഓർമ്മകൾ, ഇതൊക്കെ പങ്കുവയ്ക്കാൻ സാധിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഇനിയും ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷേ നമുക്ക് സമയപരിമിതിയുണ്ട്. ഒരുപാട് നന്ദി, സന്തോഷം. വീണ്ടും കേട്ടുമുട്ടാം. താങ്ക് യു ഏട്ടാ. താങ്ക് യു വെരി മച്ച്. റെഡ് FM 93.5 എല്ലാ ശ്രോതാക്കൾക്കും എന്റെ നന്ദി പറയുന്നു. ഒരു ജന്മദിനം കൂടി കടന്നു പോവുകയാണ്. 31 വർഷം ഞാൻ ഈ സിനിമയിൽ വിവിധ മേഖലകളിൽ പങ്കെടുത്തു. അതിനെല്ലാം നിങ്ങളുടെ എല്ലാം സപ്പോർട്ട്, ഒരുപക്ഷെ നാഷണൽ അവാർഡോ സ്റ്റേറ്റ് അവാർഡോ ബാക്കി അവാർഡുകളെക്കാട്ടി എല്ലാം കൂടുതൽ നിങ്ങളുടെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എന്റെ ശ്രോതാക്കളുടെ ദൈവമേ ഒന്നും വരുത്തരുത്, MG നന്നായിട്ട് പാടണേ എന്ന് പറയുന്ന ആ ഒരു പ്രാർത്ഥന മാത്രമാണ് എന്നെ മുമ്പോട്ട് കൊണ്ടുവന്നത്. അത് ഇനിയും തീർച്ചയായിട്ടും എന്റെ കൂടെ നിൽക്കും എന്ന് എനിക്ക് വിശ്വാസമുണ്ട്. കാരണം എന്റെ പ്രേക്ഷകരെ ആരും ഞാൻ അവർ പറഞ്ഞിരിക്കുന്ന പാട്ടുകളെല്ലാം ഞാൻ പാടിക്കൊടുത്തിട്ടേ ഉള്ളൂ. ഒരിക്കലും ഒരു സ്റ്റേജിൽ ഞാൻ ദേഷ്യപ്പെട്ടിട്ടൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ അവർക്കും അവരുടെ കുടുംബത്തിനും അവരുടെ മക്കൾക്കും എല്ലാം ദീർഘായുസ്സും ആരോഗ്യവും ഉണ്ടാകട്ടെ